ഹലോ, ഇപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു ചെറിയ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ ഇത്. അപ്പം അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് ഇത് കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. ഞങ്ങൾ ഒരു റിസോർട്ടിൽ എത്തിയ വിശേഷങ്ങളാണ് കേട്ടോ. അവിടെ എത്തി ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് കയറാണ്. ഇതാണ് നമ്മുടെ കോട്ടേജ്. ഇത് ഓരോ കോട്ടേജസ് ആയിട്ടാണ് അവിടെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കോട്ടേജസ് ആയിട്ടുള്ളതുകൊണ്ട് സെപ്പറേഷൻ വന്നിട്ട് വരുന്ന കോട്ടേജസ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പായിട്ട് അവിടെ അവൈലബിൾ ആണ്. ഏതാണോ നമുക്ക് ഓക്കെ ആയിട്ടുള്ളത് അതെടുക്കാം. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു കോട്ടേജാണ്. അവിടെ ഫുൾ ഗ്രീനറിയും കാര്യങ്ങളും, ഫ്രണ്ടേജ് വരുന്നത് ലേക്കാണ്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കോട്ടേജാണ് നമുക്കുണ്ടായിരുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരുപാട് കോട്ടേജസ് ഉണ്ട്. ഇവിടെ റൂംസ് ആണെങ്കിലും ഒക്കെ നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് വളരെയധികം വർത്തിയായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതെല്ലാം. റൂംസൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി റൂമാണ്. പിന്നെ ബാത്റൂം ആണെങ്കിൽ അവിടെ നമുക്ക് ചെറിയൊരു എന്താ പറയുക, ഒരു ലോൺ ഏരിയ ഉണ്ട്. അവിടെ നല്ല ഭംഗിയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം കാണുന്ന ഒരു സൈഡ് വ്യൂ ഉണ്ട്. അയ്യോ, അതാണ് ഭയങ്കര രസമുള്ളൊരു വ്യൂ ആണത്. ഇവിടെ നമുക്ക് മസാജ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ആയുർവേദ മസാജുകൾ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, അവിടെ വന്നിട്ട് നമുക്കങ്ങനെ എന്തെങ്കിലും നമുക്ക് ഷോൾഡർ പെയിനോ നെക്ക് മസാജ്, ഹെഡ് മസാജ്, മറ്റേ ബോഡി ഫുൾ ഒഴിച്ചിൽ കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതും ചെയ്യാം. ചേട്ടൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പോയിട്ട്. നല്ലതാണെന്നാണ് പറഞ്ഞത്. അപ്പം അതും ഒക്കെ നല്ല കുറേ കാര്യങ്ങൾ നമുക്ക് ഈ പാക്കേജിനകത്ത് വരുന്നുണ്ട്. അപ്പം എക്സ്ട്രാ കുറച്ച് ക്യാഷും കൂടെയൊക്കെ ആവും. പക്ഷേ അത് നമുക്കത് ചെയ്യുന്നത് കൊണ്ട് നഷ്ടമില്ല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നഷ്ടമില്ലാത്തത് കൊണ്ട് നമ്മൾ എന്തായാലും ചെന്നതല്ലേ, എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമിൻ്റെ വെളിയിലേക്കുള്ളൊരു ചെറിയ ബാൽക്കണി പോലത്തെ ഒരു ചെറിയ സ്പേസ് ആണിത്. ഇവിടുത്തെ നമുക്ക് കാണുമ്പോൾ പുറത്തേക്ക് കാണുമ്പോൾ ഉള്ളൊരു വ്യൂ ആണിത്. ലേക്കാണ്. ഞങ്ങൾ പോയ സമയം എന്ന് വെച്ചാൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന ടൈം എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് 2 മണി എന്തോ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ ആ സമയം ആയതുകൊണ്ട് നല്ല വെയിലാണ്, അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. എങ്കിലും എന്താ ഒരു ഭംഗി എന്നറിയാമോ അവിടെ കാണാനൊക്കെ ആയിട്ട്. അവിടെ അങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ തന്നെ ഭയങ്കര രസമാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ അവിടെ ചായ, ടീ, സ്നാക്സ് ഒക്കെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. അവിടെ ഒരു ചെറിയ ചായക്കടയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ റെസ്റ്റോറൻറ്റിനോട് ചേർന്നിട്ട് താഴെയായിട്ട് നമ്മുടെ പഴയ സ്റ്റൈലിലുള്ള ചെറിയ കുട്ടി ചായക്കട ഉണ്ടല്ലോ, അതുപോലൊരു ചായക്കട വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ടീ, സ്നാക്സ് ഒക്കെ കഴിക്കാം. അതൊക്കെ അൺലിമിറ്റഡ് ആണ് കേട്ടോ. എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം. സ്നാക്സ് ആണെങ്കിലും അതോ സ്നാക്സിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിപ്പോഴും അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ട് കൊതി വരും. അതുപോലത്തെ ടേസ്റ്റാണ് ഓരോ സ്നാക്സിൻ്റെയും ടേസ്റ്റ്. നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റേ അല്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഡിഫറെൻ്റ് ആണ്, അവിടുത്തെ ടേസ്റ്റും ഡിഫറെൻ്റ് ആണ്. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കുകയും ചെയ്യാം. ചായ ആണെങ്കിലും കാപ്പി ആണെങ്കിലും എന്ത് വേണമെങ്കിലും ഉണ്ട് അവിടെ. അപ്പോൾ അത് ചായയൊക്കെ കുടിച്ചു. കുറച്ച് നേരം അവിടേക്ക് ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ഇരിക്കാം. ഊഞ്ഞാലുകളുണ്ട്, ആടണമെങ്കിൽ ആടാം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അവർ ശരിക്കും പറഞ്ഞാൽ ലേക്കിലേക്ക് നമുക്ക് നൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയുള്ള പകൽ സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ലേക്കിലേക്ക് റെസ്റ്റോറൻറ്റ് ചെയ്ത് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. അപ്പോൾ അവരങ്ങനെ അവിടെ അത് വേലിയൊക്കെ കെട്ടി വെച്ചിട്ട് ഗേറ്റ് പോലെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇറങ്ങി പോയിട്ട് ലേക്കിലേക്ക് ഇറങ്ങാം. ലേക്കെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ക്ലിയർ ആയിട്ടുള്ള വാട്ടറുള്ളൊരു ലേക്കാണ്. നമ്മുടെ നെട്ട ലേക്കാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇങ്ങനെ നല്ല കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കടലിലൊക്കെ പോയി നിൽക്കുമ്പം, കടലിൻ്റെ തീരത്തൊക്കെ പോയി നിൽക്കുമ്പോൾ ഉള്ളൊരു കാറ്റുണ്ടല്ലോ, അതുപോലത്തെ കാറ്റും നല്ല ആ ഒരു ഈവനിങ്ങിൽ കിട്ടുന്ന ഒരു തണുത്ത കാറ്റും ഒക്കെ ഭയങ്കര ഒരു വൈബ് തന്നെയാണ് കേട്ടോ അവിടെ പോയി നിൽക്കാനായിട്ട്. എനിക്ക് പറഞ്ഞറിയിക്കില്ല. അതിൽ വെള്ളം നല്ല തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടും ചൂടത്ത് വെള്ളത്തിന് ഇത്രയും തണുപ്പുണ്ടാവും സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല. നല്ല തണുപ്പുമാണ്. ഒരു തണുത്ത കാറ്റും
എല്ലാം കൂടെ ആയിട്ട് സത്യം പറഞ്ഞാൽ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് വെച്ചാൽ എനിക്ക് അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് ഇഷ്ടമായി എനിക്ക്. പിന്നെ ഈ ജീൻസും ഇതൊക്കെ ഇട്ടുകൊണ്ട് പോയതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഇറങ്ങി കുറച്ചുകൂടെ ഒക്കെ വെള്ളത്തിലൂടെ ഒരുപാട് ആഴമില്ല, നമുക്ക് കുറച്ചധികം അങ്ങോട്ട് ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റും. ഒരുപാട് ദൂരേക്ക് പോകാൻ പറ്റില്ല, എങ്കിലും കുറച്ചധികം അങ്ങോട്ട് പോകാൻ പറ്റും. അവിടെ ഫുള്ള് മറ്റേ കല്ല് പോലെയൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെയൊക്കെ ഇറങ്ങി നിൽക്കാം, പ്രശ്നമൊന്നുമില്ല. ഒരുപാട് അങ്ങ് ഡീപ്പായിട്ട് പോകാതിരുന്നാൽ മതി. നമുക്ക് കാണാൻ പറ്റും, അടിയിലോട്ടുള്ള പോർഷൻസൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇറങ്ങി നിൽക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നല്ല ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് നല്ല സ്ഥലമാണ്. എന്താ പറയുക, എനിക്കറിയില്ല, ഒരുപാട് ആളുകൾ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ട് അവിടെ വീഡിയോസ് എടുക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതൊക്കെ അവിടെ സ്റ്റേക്ക് വരുന്ന ആളുകളുണ്ട്. പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് വേണമെങ്കിൽ ആളുകൾക്ക് വരാം. അങ്ങനെയും വരുന്നവരുണ്ട്, പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇതിനകത്ത് കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകുന്നവരുണ്ട്, സ്റ്റേക്കായിട്ട് വരുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങളങ്ങനെ പിന്നെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, വ്ളോഗ് എടുക്കുന്ന ആളുകളുണ്ട്. അവരുടെ ക്യാമറയിലൊക്കെ കൊണ്ടുവന്നിട്ട് അവരങ്ങനെ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, അത്രയ്ക്ക് ബ്യൂട്ടി ഉള്ളൊരു സ്ഥലമാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി ആരായാലും എടുത്തു പോവും എന്നുള്ളത് അറിയാമല്ലോ. അപ്പം അങ്ങനെ നമുക്കിതൊക്കെ ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ്. കാര്യം നാളെ ചിലപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വരാതിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നാളെ അഥവാ വരാൻ പറ്റിയില്ലെങ്കിൽ നമുക്കിതൊക്കെ ഒരു മെമ്മറി അല്ലേ. അപ്പോൾ എപ്പോഴായാലും നമ്മളിതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ ഒരിക്കലും വിട്ടുകളയാൻ പറ്റുന്ന ഒരു കാര്യങ്ങളേ അല്ല. ഭയങ്കര സന്തോഷമായിട്ട് പോയി നിന്ന് 2 ദിവസങ്ങളാണ് കേട്ടോ. ഭയങ്കരമായിട്ട് സന്തോഷിച്ച 2 ദിവസങ്ങളാണ്. വെച്ചാൽ അതിൻ്റെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് നമുക്ക് ആ സന്തോഷം കിട്ടുന്നത്. പോയി നിൽക്കുമ്പോൾ നമുക്ക് മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റണം, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. അങ്ങനെ മൊത്തത്തിലെല്ലാം കൊണ്ടും അടിപൊളി ഒരു ട്രിപ്പായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. ഇതാണ് ആ സ്പേസിലേക്കുള്ളൊരു എൻട്രൻസ് എന്ന് പറയുന്നത്. ആ എൻട്രൻസ് വഴി കയറി വരുമ്പോൾ നമുക്ക് പൂൾ ആക്സസ് ഉണ്ട്, പിന്നെ റെസ്റ്റോറൻറ്റ് ആക്സസ് വരുന്നുണ്ട്, പിന്നെ ഇപ്പുറത്ത് പ്ലേ ഏരിയ വരുന്നുണ്ട്, തൊട്ടപ്പുറത്ത് കോൺഫറൻസ് ഹാൾ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്ലേ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെയാണ് അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് തൊട്ടപ്പുറത്ത് ഷട്ടിൽ കളിക്കാനുള്ള സംവിധാനങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈക്ലിംഗ് ഉണ്ട്. ഇപ്പോൾ നമുക്കിപ്പം റെസ്റ്റോറൻറ്റിലോട്ട് പോകണം, നമ്മൾ റൂമിൽ നിന്ന് കുറച്ചൊരു 500 മീറ്റർ കൂടുതൽ നടക്കാനുണ്ട്. അപ്പോൾ അത്രയും ദൂരം നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സൈക്കിൾ എടുത്ത് നമ്മുടെ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കാം. നമുക്ക് അവിടുന്ന് സൈക്കിളിൽ റെസ്റ്റോറൻറ്റിലോട്ട് വരണമെങ്കിൽ വരാം. അതല്ലെങ്കിൽ ബഗ്ഗി വിളിച്ചു കഴിഞ്ഞാൽ ബഗ്ഗി വരും. അങ്ങനെ വേണമെങ്കിൽ വരാം. അപ്പോൾ എല്ലാത്തിനുള്ള സൗകര്യങ്ങളുണ്ട് അവിടെ, ഒന്നിനും നമുക്കൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ചിട്ട് പുറത്തൊക്കെ ഒന്ന് നിന്നതിന് ശേഷം കുറച്ച് നേരം വന്നിരുന്ന ഗെയിമൊക്കെ ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നിരിക്കുകയാണ്. കാര്യം വേറെ ഒന്നും ചെയ്യാനില്ല, നമുക്കവിടെ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ നൈറ്റ് ഏകദേശം ഈവനിങ് നൈറ്റോട് അടുക്കാറായി. അപ്പോൾ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല, അങ്ങനെയാണ്. പിന്നെ നമ്മൾ വിചാരിച്ചെങ്കിൽ വന്നിട്ട് ഒന്ന് ഫ്രഷായിട്ട് പോയിട്ട് നൈറ്റ് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോവാണ് കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റ് പോവാണ് കേട്ടോ. നമുക്ക് 11 മണി വരെ 10 മണി വരെ എന്തോണ് ബ്രേക്ക്ഫാസ്റ്റ്, അതും കോംപ്ലിമെൻ്ററി ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് രാവിലെ. എനിക്കാണെങ്കിൽ ഉറക്കം മുഴുത്തില്ല എന്ന് പറയാം. ഞാൻ കുറച്ച് നേരോടെ കിടന്നുറങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. അത് എൻ്റെ മുഖത്ത് കാണാനുണ്ട്. ഉറക്കം ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് മാറാത്തതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ എണീറ്റ് രാവിലെ എഴുന്നേറ്റ് പോവാണ് കേട്ടോ. അപ്പോൾ തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടൂലല്ലോ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് തോന്നുന്നു അപ്പം തന്നെ ഏകദേശം 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും കഴിച്ചേക്കാം. എനിക്കാണെങ്കിൽ ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ സാധനമൊക്കെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല, അങ്ങനെ കഴിക്കണം നിർബന്ധമൊന്നുമില്ല. എങ്കിലും അവർ കൂടെ വരുമ്പോഴത്തേക്കിന് എന്തെങ്കിലും കഴിക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ വഴക്ക് കേൾക്കും. അതുകൊണ്ട് കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ഒക്കെ കഴിക്കാറുള്ളത് തന്നെയാണ്, നമുക്കറിയാം അത് എന്തായിരിക്കുമെന്ന്. പക്ഷേ ഇവിടെ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ ഒരുപാട് ഡിഷസ് ഉണ്ട്. നമുക്ക് കഴിക്കുന്ന ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഡിഷസ് കഴിക്കാം. അത്രത്തോളം ഐറ്റംസ് അവരുണ്ടാക്കി വെക്കുന്നുണ്ട്. ദോശ ആയിക്കോട്ടെ, മസാല ദോശ ആയിക്കോട്ടെ, നെയ്റോസ്റ്റ് ആയിക്കോട്ടെ, പുട്ട്, കടല, അങ്ങനെ എനിക്കറിയില്ല, ഇടിയപ്പം, ഉപ്പുമാവ്, പിന്നെന്താ, പിന്നെ നൂൽപുട്ട്, അങ്ങനെ എനിക്കറിയില്ല. നമ്മൾ കാണുന്നതും ഒരു മനുഷ്യന്മാർക്ക് കഴിക്കാവുന്നതിൻ്റെ അപ്പുറത്തുള്ള രീതിയിലാണ് അവർ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാടുണ്ട്. പിന്നെ ക്രസൻ്റ് ആണെങ്കിൽ, കോൺഫ്ലേക്സ് ആണെങ്കിൽ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കഴിക്കുന്നവർക്ക് നല്ലതുപോലെ കഴിക്കാം. എന്നെപ്പോലുള്ളവർ പോയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല കേട്ടോ. കാര്യം ഞാനൊക്കെ വളരെ ലിമിറ്റായിട്ട് ഫുഡ് കഴിക്കുന്ന ആളുകളാണ്. എൻ്റെ മോളാണെങ്കിലും അവളും വലിയ കാര്യമൊന്നുമില്ല. ചേട്ടനേ ഉള്ളൂ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്ന ആൾ പുള്ളിയാണ്. അപ്പോൾ ആൾ അങ്ങനെ ഒരുപാടൊന്നും കഴിക്കില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് ഇത്രയൊക്കെ ഫുഡ് ഐറ്റംസ് നമുക്ക് കാണുമ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ തോന്നുമല്ലോ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അത്ര തന്നെ. ഞങ്ങൾ 3 പേരും ഫുഡിൽ വളരെ പിറകോട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനൊരു നമ്മളാരും ഫുഡീസ് അല്ല. കിട്ടിയാൽ കഴിക്കും, ഇതിപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് പരാതിയൊന്നുമില്ല, അങ്ങനത്തെ ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇതുപോലെ ഐറ്റംസ് ഒരുപാട് ഞാൻ കാണുന്നത് വളരെ റെയറായിട്ടാണ്. ഇങ്ങനെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിൽ 1-2 ഐറ്റംസ് മാത്രമേ കാണാറുള്ളൂ. സാധാരണഗതിയിൽ അങ്ങനെയാണ് എല്ലായിടത്തും കാണൽ. അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്തു കേട്ടോ. നല്ല ഫുഡാണ്, അടിപൊളി ഫുഡാണ്. അത് മാത്രം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരം പോയിരുന്ന് അവർ അവിടെ ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ടായിരുന്നു. ഊഞ്ഞാൽ നമുക്ക് പൂളിനോട് ചേർന്ന് തന്നെയാണ് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ സൈക്ലിങ് ഞാൻ പറഞ്ഞില്ലേ, അവിടെ സൈക്കിളുണ്ട്. അതെടുത്തിട്ട് നമുക്ക് സൈക്കിള് ചവിട്ടണമെങ്കിൽ അവിടെ ഇഷ്ടംപോലെ വലിയ പ്രോപ്പർട്ടിയാണ്. അപ്പം നമുക്ക് എത്ര ദൂരം വേണേലും പോകാനൊക്കെയുള്ള സ്പേസ് ഉണ്ട് അതിനകത്ത് തന്നെ. അപ്പോൾ അതുകൊണ്ട് സൈക്കിള് എടുത്ത് പഠിക്കേണ്ടവർക്കും ഓടിക്കേണ്ടവർക്കും ഒക്കെ അത് ചെയ്യാം. പിന്നെ ബാഡ്മിൻ്റൺ കളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അവിടെ ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്നറിയാമോ, അവിടുത്തെ ഈ റിസോർട്ട് എന്ന് പറയുന്നത് പെറ്റ് ഫ്രണ്ട്ലിയാണ്. അതായത് നമുക്ക് പെറ്റ്സിനെ കൊണ്ടുപോകാം. നമ്മുടെ കോട്ടേജസിലോട്ട് കയറ്റാൻ പറ്റില്ല എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ പെറ്റ്സിനെ കീപ്പ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. അവിടെ അവർ ഫുഡ് കൊടുക്കും, അവിടെ അതിനെ അവർ ഷെൽട്ടർ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കത് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ഡോഗിനെ ഞാൻ കൊണ്ടുപോകാനായിരുന്നു. പക്ഷേ നമുക്ക് കോട്ടേജസ് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതൊരു വിഷമമാണ്. എങ്കിലും അവരത് മാനേജ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു തരും. അവിടെ തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുമായിരുന്നു. പെറ്റ് ഫ്രണ്ട്ലിയാണ്. അവിടെ കണ്ടില്ലേ, കിളിക്കൂടുണ്ട്, മുയലുകളുണ്ട്, അങ്ങനെ ഒരുപാട് പേര് പെറ്റ്സിനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഒരിടത്തും അങ്ങനെ സമ്മതിക്കാറില്ലല്ലോ സാധാരണ. ഇത് നമ്മൾ വന്നിട്ട് ഞാൻ എൻ്റെ റൂമിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ നേരത്തെ കാണിച്ചത്. ഞാൻ റൂമിൽ ബെഡിൽ കിടന്നപ്പോൾ എനിക്ക് അങ്ങനെ കണ്ടപ്പോൾ ഒരു വ്യൂ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ എടുത്തൊരു ക്ലിപ്പിങ്സ് ആണത്. അതിനുശേഷം നല്ലൊരു മഴ പെയ്തു. ഞങ്ങൾക്ക് കിട്ടിയൊരു ഗുണം എന്താ വെച്ചാൽ, ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല ചൂടായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേ തന്നെ ഒരു നല്ല അടിപൊളി മഴ കിട്ടി. അപ്പോൾ ഈ ഒരു ലേക്ക് വ്യൂവിലിരുന്ന് നമുക്ക് നമ്മുടെ കോട്ടേജസിലിരുന്നുകൊണ്ട് നമുക്ക് നല്ലൊരു മഴയൊക്കെ കിട്ടുകയെന്നൊക്കെ വെച്ചാൽ എന്ത് രസമാണല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നോക്കിയപ്പോൾ അങ്ങറ്റത്ത് ലേക്കിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു ആന നിന്ന് കുളിക്കണം. ആന കുളിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ നോക്കിയപ്പം ഇനി ആന വെള്ളത്തിൽ വീണ് പോയതാണോ എന്ന് അറിയാനാണ് ഞാൻ നോക്കിയത്. അപ്പോൾ എല്ലാം പാപ്പാനുണ്ട്, ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഇങ്ങനെ ലേക്ക് വ്യൂവിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമല്ലേ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് വിചാരിച്ചു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നില്ല, നല്ല മഴയുണ്ട്, നല്ല ആംബിയൻസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് നമുക്ക് റൂമിലോട്ട് ഓർഡർ ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ബിരിയാണി ഫാൻ അല്ല ഞാൻ, എങ്കിൽ പോലും അവിടുത്തെ ബിരിയാണി സൂപ്പർ ആയിരുന്നുകൊണ്ട് ഞാൻ 2 തവണ അവിടുത്തെ ബിരിയാണി വാങ്ങിച്ച് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഈവനിങ് വീണ്ടും ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി നമുക്ക് ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് ചായ അവിടുത്തെ ഒരു മെയിൻ ഐറ്റമാണ് കേട്ടോ. ചായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ചായ, സ്നാക്സ് എല്ലാം ഓരോ ദിവസവും പ്രത്യേകം സ്നാക്സുകളാണ്. തലേ ദിവസത്തെ സ്നാക്സ് ആയിരിക്കത്തില്ല നെക്സ്റ്റ് ഡേ വരുന്നത്, എല്ലാം വെറൈറ്റിയാണ്. അപ്പോൾ അങ്ങനെ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ചായ കുടിച്ചു, സ്നാക്സ് ഉണ്ടായിരുന്നു, അതും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലേക്കിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം അവിടെ പോയി ഇരിക്കാം. കാര്യം അവിടെ പോയി ഇരിക്കുമ്പോൾ അത്രയും പീസാണ്, ഭയങ്കര മൈൻഡൊക്കെ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് നമുക്കൊരു എന്താ പറയുക, ഏതോ ഒരു നല്ല സ്ഥലത്ത് പോയിരിക്കുന്ന ഭയങ്കര മൈൻഡൊക്കെ റിലാക്സ് ചെയ്ത് കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയിരിക്കുന്ന ഒരു എഫക്റ്റാണ് അവിടെ പോയിരിക്കുമ്പം. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് പാറകളൊക്കെ അങ്ങനെ ഇങ്ങോട്ട് കിടപ്പുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് അതങ്ങനെ ലേക്ക് വ്യൂ ഇങ്ങനെ ആസ്വദിക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കെട്ടിയോൻ ഇങ്ങനെ ഇരുന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നു.
കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ നിന്നു. ആ കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഈവനിങ് ആയല്ലോ. അപ്പോൾ എന്തായാലും പൂളിലൊന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം മോൾക്ക് പൂളിൽ ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്കങ്ങനെ ഈ പബ്ലിക് പൂളുകളിലൊന്നും ഇറങ്ങുന്നതിനോട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ താല്പര്യമുള്ള ആളല്ല. നമുക്ക് പ്രൈവറ്റ് പൂളാണെങ്കിൽ ഓക്കെ, അല്ലാണ്ട് എനിക്ക് പബ്ലിക് പൂളിൽ ഇറങ്ങുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ ചേട്ടൻ കമ്പനി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടനും മോളും കൂടെ പൂളിലൊക്കെ ഇറങ്ങി കുറച്ച് നേരമൊക്കെ നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നൈറ്റ് ഒരു 8 മണിയായപ്പോഴത്തേക്കിന് ഇന്നിപ്പോൾ എന്തായാലും പോയി കഴിക്കാം, റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാം, റൂമിലോട്ട് വരുത്തണ്ടെന്ന് വിചാരിച്ചു. മാത്രമല്ല എക്സ്പെൻസീവാണ് കേട്ടോ, നല്ല എക്സ്പെൻസീവാണ്. നമ്മൾ റൂമിൽ വരുത്തി കഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സ്പെൻസ് കൂടുതലുണ്ട്. നമ്മൾ പോയി കഴിക്കുകയാണെങ്കിൽ അതുപോലെ എക്സ്പെൻസ് കുറവാണ് കേട്ടോ. അതുകൊണ്ട് മാത്രമല്ല നമ്മൾ ലാസ്റ്റ് ഒരു ദിവസം നൈറ്റല്ലേ ഉള്ളത്, അപ്പോൾ നമുക്ക് എന്തായാലും പോയി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അങ്ങനെ പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം അവിടുത്തെ ഒരു നൈറ്റ് വ്യൂ ആണ് കേട്ടോ, നമ്മുടെ ആ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നിന്നുള്ള ലേക്ക് റെസ്റ്റോറൻറ്റ്, പിന്നെ അവിടുത്തെ ഒരു നമുക്ക് ഇരിക്കാനുള്ള ഏരിയ, ഊഞ്ഞാലൊക്കെ കിടക്കുന്ന ഭാഗം, ചായക്കട, ആ ഒരു ഫുൾ വ്യൂ ആണ് കേട്ടോ നൈറ്റിൽ കാണുന്നത്. ഇതാണ് എൻട്രൻസ് ലേക്കിലേക്കുള്ള. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഫുൾ വ്യൂ ഞാൻ നൈറ്റിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊന്ന് എടുത്തു വെച്ചാണ് കേട്ടോ. എന്ത് ഭംഗിയല്ലേ. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ബർത്ത്ഡേ പാർട്ടി ആണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ്, റിസപ്ഷൻസ്, അതിനൊക്കെ ഉള്ള ഒരുപാട് സ്പേസ് ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അത്രയും അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോകണം. എനിക്ക് കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊന്ന് ഒരുപാട് നമ്മൾ അങ്ങനെ ലഗേജസ് ഒന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു, എങ്കിലും കുറച്ച് പാക്കിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു നേരത്തെ റൂമിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ് കേട്ടോ. ഇന്ന് ഇപ്പം വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ച് നടന്ന് പോവാം. സൈക്കിളില്ല, ബഗ്ഗി വിളിച്ചില്ല, നടന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് നടക്കുകയാണ്. ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ റിസോർട്ടിലെ ലാസ്റ്റ് നൈറ്റാണ്. നമ്മളിപ്പം ലാസ്റ്റ് ഡിന്നറൊക്കെ കഴിക്കാൻ പോയി, കഴിച്ചിട്ട് പോകുന്നതേ ഉള്ളൂ. ഇനി കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളുണ്ട്. നാളെ നമുക്ക് 11 മണിക്കാണ് ചെക്കൗട്ട്. 11:30 തോന്നുന്നു. 11:30ക്കാണ് ചെക്കൗട്ട് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് പാക്കിങ്ങേ ഉള്ളൂ. അത്യാവശ്യം ഞാനെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഭയങ്കര വിഷമം, പോകുന്ന കാര്യം ആലോചിക്കുമ്പം നല്ല വിഷമമുണ്ട്. വേറൊന്നുമല്ല, നമുക്കൊരു 2 ദിവസം ഭയങ്കര റിലാക്സിങ് ആയിട്ട് നമുക്കിരിക്കാൻ പറ്റി. കുറേ അധികം കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഇവിടുത്തെ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്. അത് എനിക്കറിയില്ല, എങ്ങനെ പറഞ്ഞു തരണം എന്ന് എനിക്കറിയില്ല. വന്ന് കണ്ട് തന്നെ മനസ്സിലാക്കണം. നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പം നമ്മൾ വിചാരിക്കും വീഡിയോസിൽ കാണുന്ന പോലെ ഒന്നും ആയിരിക്കത്തില്ല നേരിട്ട് വരുമ്പം. പക്ഷെ വീഡിയോസിനെക്കാട്ടിലും ഭംഗിയാണ് നേരിട്ട് വന്ന് കാണാനായിട്ട്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത് നിന്നൊരു ഹാർഡ്ലി ഒരു 40 കിലോമീറ്റർ ഇവിടത്തേക്കിന്. എൻ്റെ ഡിസ്റ്റൻസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് അത്രയും ഉണ്ടായിട്ടുള്ളൂ. അപ്പം നമുക്ക് വന്ന് പോകാൻ പറ്റുന്ന ദൂരത്തിൽ ഇത്രയും നല്ല സ്ഥലങ്ങൾ ഉണ്ടായിട്ട് നമ്മളാരും അറിയണില്ല എന്നുള്ളത് വലിയൊരു വിഷമമുള്ള കാര്യമാണ്. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പേഴ്സണലി എൻ്റെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ഫാമിലിയായിട്ട് അറിയില്ലായിരുന്നു, ഇങ്ങനെ സ്ഥലമുള്ള കാര്യം അറിയില്ലായിരുന്നു. നമ്മൾ ഇപ്പം റീസെൻ്റായിട്ട് കുറേ കാലം മുന്നേ ഇത് ഫസ്റ്റ് ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇത് ഞാൻ കാണുന്നത് നമ്മുടെ അഹാന കൃഷ്ണ ഉണ്ടല്ലോ, ഫിലിം ആക്ട്രസ്, പുള്ളിക്കാരത്തിയുടെ ഒരു വ്ളോഗ് ഉണ്ടായിരുന്നു. ആ വ്ളോഗിൽ ആണ് ഞാനിങ്ങനെ ഇങ്ങനൊരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് അറിയുന്നത്. പുള്ളിക്കാരത്തിയുടെ അമ്മ സിന്ധു കൃഷ്ണൻ മാഡത്തിൻ്റെ ഇങ്ങനെ വ്ളോഗിലാണ് ഞാനിങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. അതിന് മുന്നേ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്നും ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ അത് അന്ന് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നമുക്കൊന്ന് വരണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ബുക്ക് ചെയ്തതാണ് ഈ പ്രോപ്പർട്ടിയിലോട്ട് വരാനുള്ള റീസൺ. പിന്നെ വെക്കേഷനും കൂടെ ആണല്ലോ. വെക്കേഷനായിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോകണമെന്ന് മുന്നേ പ്ലാനുണ്ട്. കാര്യം കുറേ ഹെക്റ്റിക്കായിട്ടുള്ള കാര്യങ്ങൾക്കിടയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു റിലാക്സേഷൻ വേണമല്ലോ. അങ്ങനെ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് അവൈലബിലിറ്റി കുറവുണ്ടായിരുന്നു. പക്ഷെ ചെറിയൊരു ഓഫറും കാര്യങ്ങളൊക്കെ ആ സമയത്ത് വെക്കേഷൻ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടായിരിക്കണം, ചെറിയൊരു ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതോടെ നമ്മൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. കാര്യം കുറച്ച് മിഡിൽ ഓഫ് ദ മന്ത് ആകുമ്പോഴത്തേക്കിന് റേറ്റും നല്ല കൂടുന്നുണ്ട്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട്. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഇല്ല, നമുക്ക് റൂംസോ കോട്ടേജസോ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് നേരത്തെ തന്നെ എടുക്കാം. കുറച്ച് അങ്ങോട്ട് ആകുമ്പോഴത്തേക്കിന് പിന്നെ അവർക്ക് വെക്കേഷൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങും. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്.
എന്തായാലും അത് നല്ലൊരു ഡിസിഷനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അത്രയ്ക്ക് മൈൻഡ് റിലാക്സ്ഡ് ആയിട്ട് വന്ന് ഒരു 2 ദിവസം നിൽക്കാൻ പറ്റി. 2 ഡേയ്സ് ആണ് കേട്ടോ നമ്മളെടുത്ത പാക്കേജിൽ. 2 ഡേയ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പല പാക്കേജുകളുണ്ട്, പല ടൈപ്പ് വില്ലാസ് ഉണ്ട്. നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്കത് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, ഏതൊക്കെ വേണം എന്നുള്ളത്. ഇപ്പം നമുക്ക് കിട്ടിയത് ചക്ര മാത്രമേ ആ സമയത്ത് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ചക്ര എടുത്തത്. സിദ്ധി പൂൾ വില്ലയുണ്ട്, പൂൾ വരുന്ന വില്ലാസ് ഉണ്ട്. വേദ വേദ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട്. നമ്മുടേത് ചക്രയാണ്. വേറെ വേറെ 1-2 കാറ്റഗറിയും കൂടെ ഉണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റ് പറഞ്ഞാൽ അറിയില്ല. അത് നമ്മൾ പാക്കേജിൽ നോക്കിയാൽ കറക്റ്റ് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതൊക്കെ. അപ്പോൾ വരാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു റിലാക്സേഷൻ ഒരു 1 ഡേ ആയാലും മതി. ഒരു 1 ഡേയിലേക്ക് നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് വരാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണ്. ഞാനത് വന്നതുകൊണ്ട് പറയാണ്, വന്നാൽ നിങ്ങൾക്ക് നഷ്ടമാവില്ല എന്നെനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. അത്രത്തോളം ലേക്കിന്റെ സൈഡൊക്കെ എന്ന് വെച്ചാൽ എന്താ, റെസ്റ്റോറൻറ്റ്, ലേക്ക്, നമുക്ക് ഫുഡ് കഴിക്കാം, അവിടെ റിലാക്സ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, പൂളുണ്ട്, ലേക്ക് വ്യൂ എന്ന് വെച്ചാൽ ഔട്ട്സ്റ്റാൻഡിങ്, നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്ര ഭംഗിയാണ്. അവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അവിടെ നിന്ന് പോരാനേ തോന്നില്ല. പിന്നെ നമ്മൾ ഒരുപാട് സമയം അവിടെ മാത്രം നിൽക്കാനായിട്ടല്ലല്ലോ വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഒത്തിരി നമ്മൾ 2 ദിവസം ഉണ്ടായിട്ട് നമുക്ക് അത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇൻഡോർ ഗെയിംസ്, ഒരുപാട് ഗെയിംസ് ഉണ്ട്, സൈക്ലിംഗ് ഉണ്ട്, ബാഡ്മിൻ്റൺ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് വരുമ്പോഴത്തേക്കും മിനിമം ഒരു 2, 3, 4 ദിവസം വേണം. ഒരു 4 ദിവസം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഇനിയുള്ള എന്താ വെച്ചാൽ രാവിലെ പോകണം, അതാണ് ഒരു വിഷമം. 11:30 ചെക്കൗട്ടാണ്. അപ്പം എല്ലാവരും പറ്റിയാൽ വന്ന് പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യുക, വന്നിട്ട് പോകുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും അയച്ചൊക്കെ കൊടുക്കുക. കാര്യം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള വീഡിയോസ് പോലെയല്ല, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പോലെയല്ല, നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കുറച്ചധികം ആളിലേക്ക് എത്തണം. കാര്യം അവർക്കും വരാനുള്ളൊരവസരമാണ് ഇത് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ. ഇപ്പം ഞാൻ വേറൊരാളുടെ വീഡിയോ കണ്ടിട്ട് വന്നതുപോലെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യമായിട്ട് ഞാൻ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരിലോട്ടും ഈ വീഡിയോ എത്തിക്കണം. എന്താ പറയുക, ആരെങ്കിലുമൊക്കെ വരട്ടെ, എല്ലാവരൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. ഒരു പൂച്ച കുറേ നേരമായിട്ട് ഇവിടെ കറങ്ങി നിൽപ്പുണ്ട്. ഞാൻ എവിടെ ചെന്നാലും ഉണ്ടാവും പൂച്ചയും പട്ടി. എന്താണെന്ന് എനിക്കറിയില്ല. എന്നെ കണ്ട എവിടെന്നെങ്കിലുമൊക്കെ വരും പൂച്ചകളും പട്ടികളും ഒക്കെ. എനിക്കറിഞ്ഞൂടാ. അത് ചിലർ പറയുന്ന കേൾക്കാം, അങ്ങനെ ചില ആളുകളുള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള ജീവികൾ വരും എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. എന്തായാലും ഒരു പൂച്ച കുറേ സമയമായിട്ട് ഇവിടെ ഇങ്ങനെ വിട്ട് കറങ്ങുന്നുണ്ട്. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഫുഡൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റൂമിലെത്തിയപ്പോഴത്തേക്കും അത് കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നു. എങ്ങനെ കണ്ടുപിടിച്ചു എന്തോ നമ്മുടെ റൂമാണെന്ന് കറക്റ്റായിട്ട്, എന്തോ അറിയില്ല. അങ്ങനെ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കിന് നമ്മൾ കൊണ്ടുവന്ന് കുറച്ച് സ്നാക്സ് എടുത്ത് ഞാൻ വെച്ച് കൊടുത്തു. പക്ഷെ അത് കഴിച്ചില്ല, എന്താണോ എന്തോ അറിയില്ല. ഉച്ചയ്ക്കൊക്കെ മീനൊക്കെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കൊടുത്തപ്പോൾ അത് ഇവിടുത്തെ വലിയ 4 സ്റ്റാർ 5 സ്റ്റാർ റെസ്റ്റോറൻറ്റിലെ ഫുഡൊക്കെ കഴിച്ച് മടുത്തിട്ട് അതിന് വല്ല മീൻ കിട്ടാൻ വേണ്ടിയിട്ട് വന്നിരിക്കും. പാവം, കുളത്തെ ചാടി മീൻ പിടിക്കാൻ അറിയത്തില്ലായിരിക്കും. അങ്ങനെ എന്തായാലും അങ്ങനെ നമ്മുടെ ഒരു 2 ഡേയ്സ് സ്റ്റേക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത് കഴിഞ്ഞു. അതിൻ്റെ ഒരു വിഷമം. അങ്ങനെ ഇരിക്കുന്നു ഞാൻ. വെളിയിൽ ബാൽക്കണിയിൽ ഇറങ്ങി ഇങ്ങനെ ഇരിക്കുക. ചേട്ടനും മോളും അകത്തുണ്ട്, അവർ TV കാണുന്നു, ഫോൺ നോക്കുന്നു. അപ്പം ഞാൻ എൻ്റെ സങ്കടം പറയാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. എന്താ അല്ലേ. ഇത് നമ്മൾ ചെക്കൗട്ട് ആവുന്ന ദിവസത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. നേരത്തെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞാനെടുത്തത് ഇടിയപ്പം, കടലക്കറി, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പൂരി അതുള്ളത് ബട്ടൂര ടൈപ്പാണ് കേട്ടോ. അതെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോൺഫ്ലെക്സ്, മോള് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ സമയമായപ്പോഴത്തേക്കിന് ബഗ്ഗി വന്നു, ലഗേജസൊക്കെ എടുത്ത് വെച്ചു. അപ്പം നമ്മളങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇനി നമുക്ക് പാർക്കിങ്ങിൽ പോയിട്ട് കാർ എടുക്കണം, തിരിച്ചു പോകണം. അപ്പോൾ എന്താ പറയുക, എൻ്റെ ഒരു 2 ദിവസത്തെ, എൻ്റെ അല്ല ഞങ്ങളുടെ ഒരു 2 ദിവസത്തെ വളരെ റിലാക്സിങ് ആയിട്ടുള്ള, എന്താ പറയുക, അടിപൊളിയായിട്ടുള്ള 2 ദിവസത്തെ ട്രിപ്പാണ്.
എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്ന് അറിയില്ല. ഞാൻ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഇത്. നമുക്കങ്ങനെ നമ്മുടെ ഒരു വീട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഒക്കെ റിവർ വ്യൂ അല്ലെങ്കിൽ സീ വ്യൂ ഒക്കെ ആയിട്ടുള്ള ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു തറവാട് വീട് ഒക്കെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയി നമ്മൾ താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അതുപോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്ക് അവിടെ ഉണ്ടായിരുന്നത്. കാര്യം നമ്മുടെ ഒരു വീട്ടിൽ നമ്മൾ വേറൊരു വീട്ടിൽ പോയി താമസിച്ചിട്ട് തിരിച്ചു പോകുന്നൊരു ഫീലായിരുന്നു. കാര്യം അതുപോലത്തെ ഒരു ആംബിയൻസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഒരു റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ ഒരു റിസോർട്ടിൽ താമസിച്ചതായിട്ടുള്ളൊരു ഫീലേ വരില്ല. എനിക്ക് അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മുടെ വേറൊരു വീട്ടിൽ പോയി താമസിച്ചിട്ട് പോകുന്നൊരു ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. ഇതെന്ന് ഞാൻ കാണാനായിട്ട് ആഗ്രഹിക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.